ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവ്, പരിശുദ്ധനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു, അല്ലെ? ഈ ലോകത്തെ വളരെയധികം സ്നേഹിക്കുന്നു. തന്റെ സ്നേഹത്തെ പിതാവ് എക്സ്പ്രസ് ചെയ്ത് ക്രോസ് ഓഫ് കാൽവറിയിൽ തന്റെ മകനെ തന്നെ ബലി കൊടുത്തുകൊണ്ട് തന്നെയാണ്, അല്ലെ? നമ്മൾക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ദൈവം, യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവത്തെ തന്നെ സാക്രിഫൈസ് ചെയ്തല്ലേ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തി കളയണമെന്ന് ആഗ്രഹമില്ല എന്ന് ചുരുക്കം, അല്ലെ? ദൈവത്തിന് നമ്മളെ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ദൈവത്തിന് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ ആഗ്രഹം ഇതാണ്: സ്വന്തം മകനെ പോലെ നമ്മളായിത്തീരുക എന്നുള്ളത്, അല്ലെ? തന്റെ മകന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അനുരൂപരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. തന്റെ മകന്റെ മനസ്സെങ്ങനെയായിരിക്കുന്നു ആ മനസ്സ് നമ്മൾക്ക് തരുക എന്താണ്, അതുപോലുള്ളൊരു മനസ്സുള്ള വ്യക്തികളായിരിക്കുക നമ്മൾ എന്നാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ മനസ്സ്, അല്ലെ? യേശുക്രിസ്തു സകലതും ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ആളാണ്, അല്ലെ? ഒരു സെർവന്റിന്റെ ഫോമിൽ, അല്ലെ? മനുഷ്യനെ പോലെ ഈ ലോകത്തിലേക്ക് വന്നു. ബോൺ സെർവന്റ് ആയിട്ട് ഈ ലോകത്തിലേക്ക് വന്നു യേശുക്രിസ്തു. അപ്പൊ അതാണ് യേശുവിന്റെ മനസ്സ്. പിതാവിനെ അനുസരിക്കാനും ഒരു സെർവന്റിനെ പോലെ ഒരു ദാസനായി തീരാനുമുള്ള ഒരു മനസ്സ്, അല്ലെ? മകനാണെങ്കിലും ദാസനായിരുന്നു. ആ ഒരു മനസ്സാണ് നമ്മൾക്കും വേണം എന്ന് നമ്മളുടെ പിതാവ് ആഗ്രഹിക്കുന്നത്, അല്ലെ? കാരണം നമ്മൾ ചർച്ച എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ ബ്രൈഡാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാണോ യേശു അതുപോലെ ഇരിക്കണമല്ലോ, അല്ലെ? മണവാളനായി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കണമല്ലോ മണവാട്ടിയും, അതെ, അല്ലെ? അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, മണവാളന്റെ ഹൃദയം എന്താണോ അതുപോലെ ആയിരിക്കണം മണവാട്ടിയുടെ ഹൃദയം. മണവാളന്റെ ഹൃദയത്തില് മണവാളൻ ഒരു ദാസനാണ് പിതാവിന്റെ, അല്ലെ? അതുപോലെയുള്ള സ്വഭാവമുള്ളവരായിരിക്കണം മണവാട്ടിയും എന്നാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്തതിന് നന്ദി പറയുന്നു. കർത്താവെ, ഓ ലോർഡ് ഫാദർ, ഞങ്ങളുടെ പാപത്തിന്റെ ചേറ്റുകളിലായിരുന്നു ഞങ്ങളെ അവിടെ നിന്നെല്ലാം പിടിച്ചു കൊണ്ടുവന്ന് കർത്താവ് മൈറ്റി ഫാദർ ഉയർത്തിക്കൊണ്ടുവന്ന് കർത്താവ് അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ വാഷ് ചെയ്ത് യേശുവേ, ഞങ്ങൾക്ക് ഇന്നൊരു ജീവൻ തന്നിരിക്കുന്നു, ഒരു പുതിയ ജീവിതം കർത്താവെ, ഒരു പുതിയ തുടക്കം തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവ് യേശുവേ. ഞങ്ങൾ നശിച്ചു പോകേണ്ടവരായിരുന്നു, പക്ഷെ അങ്ങയുടെ സ്നേഹം എത്രയോ വലുതാകുന്നു കർത്താവ്, ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ്, ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മുദ്രയിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ യേശുവിലേക്ക് നയിക്കുന്നതിനായിട്ട്, യേശുവിൽ സ്നേഹത്തിലാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ് അബ്ബാ ഫാദർ, ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇത് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. റോമകൃത ലേഖനത്തിന്റെ 8ാമത്തെ ചാപ്റ്ററില് നമ്മളിങ്ങനെ വായിക്കുന്ന 29ാമത്തെ വാക്ക്. റോമകൃത ലേഖനത്തിന്റെ 8ാമത്തെ ചാപ്റ്റർ 29ാമത്തെ വാക്ക് പോൾ എഴുതിയ ലേഖനം അതിങ്ങനെയാണ് പറയുന്നത്: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ. ഒന്ന് വിചാരിച്ചു, ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഡെപ്താണ് നമ്മൾ മനസ്സിലാകുന്നത്, അല്ലെ? ദൈവം ആദത്തിനെ ഈവനെ സൃഷ്ടിച്ച സമയത്ത് ഒരു പാപമൊന്നും ഇല്ലാതെ സൃഷ്ടിച്ചപ്പോ മനോഹരമായിട്ട് ദൈവത്തിന്റെ ലൈക്നെസ് ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികൾ അവരവരുടെ തോന്നിയാസത്തിന് പോയിട്ട് പിന്നെ പാപത്തിന്റെ പടുകുഴിലാണ് വീണ് പോയപ്പം അവരിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടിയ പാപം, അല്ലെ? പാപത്തിന്റെ സ്വഭാവം, അതിന്റെ പൊക്കത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പാപം കൂടെ ഇട്ടപ്പോൾ, അല്ലെ, നശിച്ചു പോകേണ്ടിരുന്ന വ്യക്തികളെ പക്ഷെ ദൈവം യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്ത്, പർച്ചേസ് ചെയ്ത്, വാഷ് ചെയ്ത് ഇന്ന് യേശുവിന്റെ സഹോദരന്മാരാക്കിയിരിക്കുക. ഒന്ന് വിചാരിച്ചു നോക്കുക. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കുന്നതിനൊക്കെ അപ്പുറമാണ്, അല്ലെ? ആ സ്നേഹം കൊണ്ട് ദൈവം നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം. പുത്രൻ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുത്രന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾക്ക് അറിയണ്ടേ? അപ്പൊ അതിന് നമുക്ക് ഫിലിപ്പിയർക്കകത്ത് ലേഖനത്തിലേക്ക് പോകുമ്പോൾ അതും പോൾ തന്നെ എഴുതിയത്, അല്ലെ? ഫിലിപ്പിയർക്കകത്ത് ലേഖനത്തിന്റെ 2ാമത്തെ ചാപ്റ്ററിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വാക്കുകൾ എഴുതാം. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുവേശിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, അല്ലെ? അപ്പൊ ഒരു വ്യക്തിയുടെ സ്വഭാവം അതുപോലെ ഇരിക്കുമല്ലോ. അതെ, പുറംമൂടി ദൈവം അനുരൂപം ആകുക എന്ന് പറയുമ്പോൾ, സ്വരൂപം ആകുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ പുറംമൂടി പോലെ ആയിരിക്കുക എന്നല്ല പറയുന്നത്, അല്ലെ? അപ്പൊ യേശുവിന്റെ പുറംമൂടി ആണെങ്കിൽ പോലും വളരെ മനോഹരമാണ്, അല്ലെ? കാരണം എന്താ പറയുന്നത്, 16 സുന്ദരനാണ് അവൻ, അല്ലെ? യേശുവിന്റെ മുഖം എന്താ പറയാ, ചന്ദ്രനേക്കാളും തിളങ്ങുന്ന മുഖം. പക്ഷെ അതിനെപ്പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്.
സ്വഭാവം എങ്ങനെയാണ് അതുപോലെ ആയിത്തീരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഭാവം, ദൈവത്തിന്റെ യേശുവിന്റെ സ്വഭാവം അതുപോലെ ആയിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5, 6, 7, 8 വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്നു വിചാരിക്കാതെ ദാസരൂപം എടുത്തും മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിഞ്ഞു വേഷത്തിൽ മനുഷ്യനെ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അല്ലെ, അത് തന്നെ എന്താ പറയുക, ഒരു ദാസന്റെ രൂപത്തിലേക്ക് വന്നു. അല്ലെ, അപ്പൊ എന്താ പറയുക, ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു ബോൺ സെർവന്റിന്റെ, ഒരു സ്ലേവിനെ പോലെ, ഒരു ബോൺ സെർവന്റിനെ പോലെ അല്ലെ ഈ ലോകത്തിലേക്ക് വന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്ലേവിനെ പോലെ എന്നല്ല, ബോൺ സെർവന്റിനെ പോലെ മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെ, ബോൺ സെർവന്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനുള്ള അധികാരമൊന്നുമില്ല, അവകാശങ്ങളൊന്നുമില്ല. അവരുടെ മാസ്റ്റർ എന്ന് പറയുന്നത് അതനുസരിച്ച് ജയിപ്പിക്കും. അല്ലെ, അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക്, അതാണ് യേശുവിന്റെ സ്വഭാവം. ആ ഒരു രീതിയിലേക്ക് അല്ലെ യേശു തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് യേശുവിന്റെ മനസ്സ്. അല്ലെ, അപ്പൊ നമ്മളോടും പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, അത് മോശപ്പെട്ട സ്വഭാവമാണ് ഒരിക്കലുമല്ല. യേശു എങ്ങനെയായിരിക്കുന്നത്? പരിശുദ്ധനാണ് യേശു. അല്ലെ, തന്റെ പിതാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിതാവ് ഒരിക്കലും മനുഷ്യനെ നശിച്ചു പോകത്തക്ക രീതിയിൽ ഒരു കാര്യം പറയത്തില്ല. അല്ലെ, അപ്പൊ മനുഷ്യനെ പറ്റി അങ്ങനെയാണ് യേശു, ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ സ്വന്തം മകൻ നശിച്ചു പോകണമെന്നുള്ള കാര്യത്തെ പറ്റി ദൈവം പറയും. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ യേശുവിന് തന്റെ പിതാവിന് വിശ്വാസമാണ്. പിതാവ് വിശ്വസിക്കാൻ പറ്റുന്നവനാണ്. പിതാവ് മനുഷ്യരെ പോലെ ഉള്ളവരല്ല. അതുകൊണ്ട് നമ്മൾക്ക് വിശ്വസിക്കാം. അപ്പൊ ദൈവം യേശുവിനെ പോലെ ആയിത്തീരണം എന്ന് പറയുമ്പോൾ അതാണ് പെർഫെക്റ്റ് തിങ്. അല്ലെ, അത് മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. യേശു മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ. അല്ലെ, യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ, അങ്ങനെ ആയിത്തീരുക, യേശുവിലുള്ള ഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെ, അപ്പൊ ആ സ്വഭാവം ഉണ്ടായിരിക്കട്ടെ നമ്മളിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, അപ്പൊ യേശു പിതാവിന്റെ ദാസനായിരുന്നു. അല്ലെ, ദാസനായി തന്നെയാണ് യേശു ജീവിച്ചതും. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, പിതാവ് പറയുന്നതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യത്തില്ലായിരുന്നു. അല്ലെ, പിതാവ് തന്നോട് സംസാരിക്കാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ യേശു സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ജീവിതം തന്നെ, അങ്ങനത്തെ ജീവിതമായിരിക്കട്ടെ. അല്ലെ, റോബോട്ട് പോലെയല്ല അത്. അല്ലെ, കാരണം നമ്മൾ വിചാരിക്കും അപ്പൊ നമുക്ക് ഫ്രീ വില്ലിന്റെ കാര്യമൊക്കെ എന്താന്ന്, നമ്മളെ ദൈവത്തിന്റെ സാമീപ്യം എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്താ പറയുക ഏറ്റവും വലിയ സന്തോഷം അല്ല, ആനന്ദം. അല്ലെ, ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആനന്ദം. ദൈവം പറയുന്ന അനുസരിച്ച് നടക്കും എന്നുള്ളത് ഏറ്റവും വലിയ ആനന്ദം. അല്ലെ, നമുക്കറിയാം സങ്കീർത്തനക്കാരൻ ഡേവിഡ് തന്നെ അങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ പ്രസൻസിലുള്ള ഏറ്റവും കൂടുതൽ ആനന്ദമുള്ളത്. അല്ലെ, അത് മാക്സിമം ഉള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ഒപ്പമായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ റോബോട്ടുകളെ പോലെ ആയിത്തീരുവോ അല്ലെങ്കിൽ ഫ്രീ ഇല്ലാതായിത്തീരുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അല്ലെ, അതാണ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുക നേട്ടം, ജീവിതത്തിൽ നേട്ടം. അല്ലേ, അപ്പൊ നമുക്കറിയാം യേശു ദൈവത്തിന്റെ സെർവന്റ് ആയിരുന്നു, ദാസനായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ ചാപ്റ്റർ 27-ാമത്തെ വാക്കിലും 30-ാമത്തെ വാക്കിലൊക്കെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അപ്പോസ്തലന്മാരും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ എന്താ പറയുക വിശ്വാസികളും പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെ, നമുക്കറിയാം ജോണിനെയും അപ്പോസ്തലൻ പീറ്ററിനെയും അറസ്റ്റ് ചെയ്ത് കൗൺസിലിന് മുമ്പിൽ കൊടുത്തതിന് ശേഷം അവരെ വിടുന്നു. ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തതിന് ശേഷം ഇനി ഒരിക്കൽ പോലും യേശുവിനെ പറ്റി സംസാരിക്കരുത്, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ വിടുന്നു. വിട്ടു കഴിയുമ്പോൾ ഇവര് തന്റെ കമ്പാനിയൻസിനെ എന്താ പറയുക കൂട്ടാളികളുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ അവരുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുവാണ് യേശുവിനെ പറ്റി പറയണം തന്റെ ദൈവത്തിന്റെ പരിശുദ്ധ ദാസൻ അല്ലെ എന്നാണ് യേശുവിനെ പറ്റി അവര് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ യേശു ദൈവത്തിന്റെ ദാസനാണെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ലെ, യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറയുക, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് 20-ാമത്തെ ചാപ്റ്റർ മാത്യുവിന്റെ ഒക്കെ എടുത്തു നോക്കി 28-ാമത്തെ വാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സെർവ് ചെയ്യപ്പെടാനല്ല. അല്ലെ, എനിക്ക് ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി, ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ വന്നിരിക്കുന്നത് സെർവന്റ് ആയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് വലിയവരാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ സെർവ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉള്ളവർ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ഇങ്ങോട്ട് വന്നത് തന്നെയാണ്. യേശുവിന്റെ പ്രവർത്തികൾ അങ്ങനെ തന്നെയായിരുന്നു. അവസാനത്തെ നിമിഷത്തിലും
തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയത്തും അല്ലെ കൂടെ ആ സമയത്ത് കൂടെ യേശു അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കാണിച്ചത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവസാനത്തെ നിമിഷം അപ്പൊ ആ സമയങ്ങളായി കഴിഞ്ഞപ്പോൾ യേശുവിനറിയാൻ താൻ ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നറിയാം അല്ലെ. അറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ താൻ അവസാനത്തെ അത്താഴത്തിന് അല്ലെ അത്താഴത്തിന് യേശു എന്താ ചെയ്ത് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുക്കുന്നുണ്ട്. യേശു പറഞ്ഞിങ്ങനെയാ 13-ാമത്തെ ചാപ്റ്റർ യോഹന്നാന്റെ 13-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും 14-15 വാക്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങളും ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു, ഉദാഹരണം തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ അല്ലെ. ഞാൻ എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം പല ചർച്ചുകാരും മറ്റുള്ളവരെ കാല് കഴുകി കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ വെസ്റ്റേൺ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പല ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അത് മോശമായിട്ട് കാര്യമല്ല, അങ്ങനെ ചെയ്യണം അല്ല, ഒരു പ്രശ്നം. പക്ഷെ ഇവിടെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കാല് കഴിവെന്ന് വെച്ചാൽ വെറുതെ കാല് കഴുകി വർഷത്തിൽ ഒരു പ്രാവശ്യം കാല് കഴുകി കൊടുക്കും, അതിനെപ്പറ്റിയല്ല പറയുന്നത്. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സെർവിങ് മെന്റാലിറ്റി ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ വലിയവൻ എന്നും പറഞ്ഞ് നടക്കാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരെ സെർവ് ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ അല്ലെ. അപ്പോ ദൈവത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ സർവീസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു മനസ്സ് ഉള്ള ഒരു വ്യക്തികളായിരിക്കണം. നമ്മളുടെ യേശു എങ്ങനെയാണോ ഈ ലോകത്തിലേക്ക് വന്ന് ആട്ടും തുപ്പും എല്ലാം കൊണ്ട് അല്ലെ ജീവിച്ച് നമ്മളെ പിതാവിലേക്ക് കൊണ്ടുപോരുന്നത് അല്ലെ, കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അതുപോലെ ഒരു മനസ്സ് ഉള്ള വ്യക്തികളാകട്ടെ നമ്മൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മത്തായിയുടെ 23-ലേക്ക് പോകുമ്പോ ഫുൾ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് പരീശന്മാരെ പറ്റി ശാസ്ത്രിമാരെ പറ്റി അവരെങ്ങനെയുള്ള വ്യക്തികളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവര് മോസസിന്റെ പീഠത്തിൽ ഇരിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസസിനെ പറ്റി അറിയാം, റിലീജിയസ് ആയിട്ട് ലീഡർ ആയിരുന്നു അല്ലെ, സ്പിരിച്വൽ റിലീജിയസ് അല്ല അങ്ങനെ പറഞ്ഞതിന് ക്ഷമിക്കണം. മോസസ് സ്പിരിച്വൽ ലീഡർ ആയിരുന്നു അല്ലെ. അപ്പൊ റിലീജിയസ് ലീഡറും സ്പിരിച്വൽ ലീഡറും തമ്മിൽ രണ്ടാണ് അല്ലെ. സ്പിരിച്വൽ ലീഡർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തേക്ക് കൂടുതൽ, റിലീജിയസ് ലീഡർ എന്ന് പറഞ്ഞാല് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെ. പക്ഷെ മോസസിനെ പറ്റി അറിയാം, ദൈവത്തിലേക്ക് തന്നെ മക്കളെ കൊണ്ടുപോകുന്നു അല്ലെ. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്, ദൈവത്തിന്റെ വഴി കൂടെ നടത്താൻ അവരെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് അല്ലെ. അവര് ന്യായാധിപനായിരുന്നു മോസസ് അല്ലെ. ദൈവത്തിന്റെ എന്താ പറയാ മൗത്ത് പീസ് ആയിരുന്നു, ദൈവത്തിന്റെ വായായിരുന്നു മോസസ് അല്ലെ. എന്ന് പറഞ്ഞാൽ ദൈവം മോസസ് വഴിയാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്, മോസസ് വഴിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ ദൈവം ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രോഫറ്റ് ആയിരുന്നു മോസസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പോലെ വേറൊരു പ്രോഫറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റിന് കൊടുത്തിരുന്ന അസൈൻമെന്റിന്റെ എന്താ പറയുക അതിന്റെ ഗ്രേറ്റ്നെസ് വെച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതുപോലത്തെ ഒരു അസൈൻമെന്റ് വേറെ ആർക്കും കിട്ടില്ല. യേശുക്രിസ്തുവിന് ദൈവത്തെ തന്നെ ബാപ്റ്റിസ് ചെയ്യിക്കാനുള്ള അസൈൻമെന്റ് ഒന്നും മോസസിനൊന്നും കിട്ടിയിട്ടില്ല അല്ലെ. അപ്പൊ മോസസിനേക്കാൾ എല്ലാം വലിയവനായിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പക്ഷെ ദൈവം ഫേസ് ടു ഫേസ് കണ്ട പ്രോഫറ്റ് എന്ന് പറയുന്നത്, തന്റെ ഗ്ലോറിയിൽ കണ്ട പ്രോഫറ്റ് എന്ന് പറയുന്നത് മോസസ് തന്നെ അല്ലെ. അപ്പൊ മോസസിന്റെ പീഠത്തിലാണ് ഈ ഫാരിസി സാദുസീസും എന്ന് വെച്ചാല് പരീശന്മാരും ശാസ്ത്രന്മാരും ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം തന്നെ പറയുക, അവര് ചെയ്യുന്നതൊക്കെ കണ്ട് അവര് ചെയ്യുന്ന പോലെ ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷെ അവര് പഠിപ്പിക്കുന്ന കാര്യം ഫോളോ ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ അവര് ചെയ്യുന്ന പോലെ അവരൊന്നും ചെയ്യാൻ പോകരുത്. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 23-ാമത്തെ ചാപ്റ്ററിന്റെ 5 തൊട്ട് 23 മൊത്തം ഒന്ന് വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതെല്ലാം പരീശന്മാരെ ശാസ്ത്രന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ വാക്ക് ഇങ്ങനെ 5 തൊട്ട് 9 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ തങ്ങളുടെ പ്രവൃത്തിയെ എല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്ര ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലത്തും പള്ളിയിൽ മുഖ്യസ്ഥാനത്തും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബായ് എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയമാകുന്നു. നിങ്ങളോ റബ്ബായ് എന്ന് പേർ എടുക്കരുത്, ഒരുത്തൻ മാത്രമേ നിങ്ങൾക്ക് ഗുരുവുള്ളൂ. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തൻ അത്ര നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗസ്ഥൻ. നിങ്ങൾ നായകന്മാർ എന്ന് പേർ എടുക്കരുത്, ഒരുത്തൻ അത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങൾ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകട്ടെ. അപ്പോ യേശുക്രിസ്തുവിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു ഈ പരീശന്മാരും ശാസ്ത്രന്മാരും
അല്ലെ. യേശു പറയുന്നത് യേശു ചെയ്തതും പറയുന്നതും എല്ലാം ഇങ്ങനെയായിരുന്നു. എന്താ, താൻ ഒരു സെർവന്റ് ആണ് അല്ലെ. താൻ വന്നിരിക്കുന്ന പിതാവിന്റെ സെർവന്റ് ആയിട്ടാണ്. നമ്മളെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി, ലോകത്തിൽ നിന്ന് നമ്മളെ പിതാവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായിരുന്നു യേശു ചെയ്തതും അല്ലെ. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളെ ദൈവത്തിലേക്ക് പിതാവിലേക്ക് കൊണ്ടുവരുക എന്നുള്ള വർക്കാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമ്മുടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പരീശന്മാരും ശാസ്ത്രന്മാരും അങ്ങനെയല്ല. അവര് ഈ ഒരു ഷോ ഓഫ് ആണ്. നാട്ടുകാർ കാണാൻ വേണ്ടിയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. എല്ലാവരും കാണണം. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഭക്ഷണം, എന്താ പറയാ, ഒരു സൽക്കാരം നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കണം. എന്താ പറയാ, വഴിയിലെല്ലാം വെച്ച്, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഫേമസ് ആകണം, അവരെ റബ്ബായി എന്ന് വിളിക്കണം, അവരെ മറ്റുള്ളവരെ ആദരിക്കണം. അതൊക്കെയാണ് അവരുടെ മനസ്സ് അല്ലെ. അങ്ങനെയുള്ള ജീവിതം അവര് യേശു ചെയ്തതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് അവർ ചെയ്യുന്നത്. അവരുടെ മനസ്സ് യേശുവിന്റെ മനസ്സിനേക്കാൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് അല്ലെ. ദൈവം യേശു നമ്മളോട് പറഞ്ഞിരിക്കും, ഞാൻ സെർവ് ചെയ്യുമ്പോൾ ഇവര് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളെ എല്ലാവരും സെർവ് ചെയ്യണം അല്ലെ, ഞങ്ങളെ എല്ലാവരും ശുശ്രൂഷിക്കും, ഞങ്ങളെ എല്ലാവരും വലിയവരായി കാണണം എന്നൊരു മനസ്സുള്ളവര് അല്ലെ. അപ്പൊ അങ്ങനെ ആകരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ കാണുന്ന സ്വഭാവം അല്ലെ. യേശു ഒരു മകനാണ്, അതോടൊപ്പം തന്നെ ദാസനാണ് അല്ലെ. അങ്ങനെ ആയിരിക്കണം പിതാവിന് നമ്മള് ദൈവത്തിന്റെ മക്കളാണ്, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ദാസന്മാരും ആയിരിക്കണം അല്ലെ. ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് അല്ലെ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ രാജ്യത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അല്ലെ. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നവരാണ്. നമ്മൾ ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ തന്നെ നമ്മൾ മക്കളാകാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നവരാണ് അല്ലെ. യേശുവിന് വേണ്ടി നമുക്ക് സെറ്റപ്പാട് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. യേശുവിൽ നമ്മൾ ഇരിക്കുന്നവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അത് വാസ്തവം അല്ലെ. യേശു ദൈവത്തിന്റെ പുത്രനാണ് അല്ലെ, ദൈവം തന്നെയാണ്. പക്ഷെ യേശുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തൊരു സെർവന്റിനെ പോലെയാണ് അല്ലെ. ദൈവത്തെ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കട്ടെ നമ്മൾ അല്ലെ. അതായിരിക്കട്ടെ നമ്മുടെ മനസ്സ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം, ഞാൻ റെഡിയാണ് എന്തും ചെയ്യാൻ വേണ്ടി. അങ്ങ് എന്നോട് പറയുന്നത് എന്തും ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ്. അങ്ങനെ ഒരു മനസ്സുള്ളവരായിരിക്കട്ടെ നമ്മൾ എന്നാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. തന്റെ മകനിൽ കാണുന്ന മനസ്സ് നമ്മൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ലെ, തന്നെ താഴ്ത്തിക്കൊണ്ട്, തന്നെ ഹംബിൾ ആക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദാസനായി തീരാനുള്ള മനസ്സുള്ള യേശു ക്രിസ്തു അല്ലെ. അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകൾ ആയിരിക്കട്ടെ നമ്മൾ എന്നാണ് ദൈവം നമ്മളെ പറ്റി പറയുന്നത് അല്ലെ. മക്കളായിരിക്കുന്ന അതേ സമയത്ത് തന്നെ പിതാവിന്റെ ബിസിനസ് ആണ് ലോകത്തുള്ള വ്യക്തികളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ വ്യക്തികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെ, ഈ ലോകത്തില് സാൽവേഷൻ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഒരു പടയാളിയായിട്ട് അല്ലെ, ദൈവത്തിന്റെ ഒരു സെർവന്റ് ആയിട്ട് ജീവിക്കട്ടെ. അതാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. മകൻ എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ വിധത്തിലുള്ള നന്മയും എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്ങും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മകനായിരിക്കെ തന്നെ അല്ലെ, ഇത് കുടുംബത്തിന്റെ ബിസിനസ് ആണല്ലോ അല്ലെ. പിതാവിന് ഒരു കുടുംബമാണല്ലോ, ഇത് കുടുംബത്തിന്റെ ബിസിനസ് ആണല്ലോ അല്ലെ. പിതാവിന് മകനുള്ള സ്നേഹം കൊണ്ട് പിതാവിന്റെ ബിസിനസ്സിൽ നമ്മൾ പാട്ടാകുകയാണ്. അവിടെ പാട്ടാകുന്ന മകൻ എന്നുള്ള രീതിയിൽ വലിയ ആളുകൾ ചിരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ സെർവന്റ് എന്നുള്ള രീതിയിൽ അല്ലെ, ദൈവത്തെ സെർവ് ചെയ്തുകൊണ്ട് അല്ലെ, ദൈവത്തിന് വേണ്ടി തന്റെ മക്കളെ ലോകത്തുനിന്ന് കൊടുക്കുക എന്നുള്ള ഒരു സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു മനസ്സായിരിക്കട്ടെ നമ്മുടെ ഉള്ളിലും ഉള്ളത് അല്ലെ. ദൈവത്തിന്റെ സെർവന്റ് എന്ന്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു മനസ്സുള്ളപ്പോ നമ്മൾക്ക് വലിയ ഷോ ഓഫ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പലരും ചെയ്യുന്ന സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാര് അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ സെർവന്റ് നമ്മള്. ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. സെർവന്റ് എന്ന് പറയുമ്പോൾ, ബോൺ സെർവന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, അവർക്ക് എന്തെങ്കിലും വാക്കുകളുണ്ടോ അല്ലെ, അവർക്ക് എന്തെങ്കിലും എന്താ പറയണേ, അവകാശങ്ങളോ അധികാരങ്ങളുണ്ടോ അല്ലെ. ഇന്നത്തെ കാലത്തെ പറ്റിയല്ലേ പറഞ്ഞു. ഇന്നൊക്കെ പറയുമ്പോ സെർവന്റുമാർക്ക് അവർക്ക് യൂണിയൻ ഉണ്ട് അല്ലെ. ഇങ്ങനെ ഹെൽപ്പേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് യൂണിയൻ ഉണ്ട്, അവർക്ക് വോയിസ് ഉണ്ട് അല്ലെ, അവർക്കിന്ന് പറയാൻ ശബ്ദമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് സെർവന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല, ഒരു കാര്യവുമില്ല അല്ലെ. അപ്പൊ ഒരു വിലയും ഇല്ലാതിരിക്കും, സമൂഹത്തിൽ ഒരു വിലയും കൊടുക്കാതിരുന്ന സമയത്ത്. അപ്പൊ അതിനെപ്പറ്റി യേശു പറയുന്നു, അങ്ങനെ വിലയില്ലാത്തവരായിരിക്കണം എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത്. പക്ഷെ എന്താ പറയാൻ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാല്, യേശുവിൽ കണ്ട ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ, സർവീസിനായിട്ട് അല്ലെ, എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസനാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലും ഉണ്ടാകട്ടെ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവര് മാത്രമുള്ളൂ സ്വർഗത്തിന്റെ രാജ്യത്തിൽ ഗ്രേറ്റ് ആകത്തുള്ളൂ അല്ലെ. അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. പിതാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെ, തന്റെ മകനെ പോലെ ആകണം എന്നുള്ളതാണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇത് ദൈവത്തിന്റെ കുടുംബമാണ്, കുടുംബത്തിൽ നമ്മൾ മക്കളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ബിസിനസ്സിൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് അല്ലെ, ദൈവത്തിന് വേണ്ടി നമ്മൾ സെർവൻസ് ആയിക്കൊണ്ട്. അതാണ്
എന്താണ് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക മിടുക്കൊന്നും പുറത്തൊന്നും കാണിക്കാനുള്ള അവസരമൊന്നുമില്ലല്ലേ. അഹങ്കാരവും വെച്ചോ ഞാൻ വലിയ പാസ്റ്ററാണ്, ഞാൻ വലിയ പ്രീച്ചറാണെന്നും ഇവാഞ്ചലിസ്റ്റ് ആണെന്നും അപ്പോസ്റ്റൽസ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കാനുള്ള ഒരു അവസരമൊന്നുമില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലേ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല, അങ്ങനെ സ്നേഹം പോലെ ഒരു ഗ്രേറ്റ് ആയിട്ട് സ്നേഹവുമില്ല. കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു, ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. സകലവിധത്തിലും നന്മയും കർത്താവെ ഞാൻ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. സകലവിധത്തിലും നന്മ അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ വാഴ്ത്താനായിട്ടുള്ള ജീവിതമായിരിക്കട്ടെ ഞങ്ങളുടേത്. യേശുവിൻ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് കേട്ട നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.